ഹലോ, വെൽക്കം ബാക്ക് ടു ഫുഡീസ് എക്സ്റ്റസി. ഇന്ന് ഓണസദ്യയിൽ മൂന്നാമത് വിളമ്പുന്ന മാങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്, അതും ട്രിവാൻഡ്രം സ്റ്റൈൽ. അപ്പോൾ അത് എങ്ങനെയാണ് എളുപ്പത്തിന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മാങ്ങക്കറി ഉണ്ടാക്കാൻ 2 ചെറിയ മാങ്ങ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് വന്നു. അത് കട്ട് ചെയ്ത് വന്നപ്പോൾ അപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക. നല്ല പുളിയുള്ള മാങ്ങ എടുക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ചോപ്പ് ചെയ്ത് വെച്ചതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വച്ചേക്കുക. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് മാങ്ങയിൽ പിടിക്കും. ഉപ്പിട്ട് വച്ചേക്കുന്ന മാങ്ങയിലേക്ക് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കായം പൊടിയും കറിവേപ്പില മുറിച്ചതും നല്ലെണ്ണയും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. മാങ്ങക്കറിക്ക് കുറച്ചുകൂടി കളർ വരാനായിട്ട് ഒരല്പം കാശ്മീരി മുളക് പൊടി കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കടുക് ചൂടാക്കി പൊടിച്ചതും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ചെറിയ പാൻ ചൂടാക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചമണം മാറുമ്പോൾ അതെടുത്ത് നമ്മുടെ മാങ്ങയുടെ മിക്സിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ട്രിവാൻഡ്രം സ്റ്റൈൽ ഓണസദ്യയുടെ മൂന്നാമത്തെ വിഭവം മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഒരു ഡ്രൈ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതുപോലെ യൂസ് ചെയ്യുന്നതിന് 1 ദിവസം മുന്നെങ്കിലും ഉണ്ടാക്കുക കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.